സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ. ആൻറ്റിമാരൊക്കെ വിളക്ക് കൊളുത്തിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ടിങ് തന്നെ ഒരു പ്രയർ ഡാൻസിലാണ്. പ്രയർ ഡാൻസിന് എങ്ങാനും കോപ്പിറൈറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് സോങ്സ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നീട് മിഠായി പറക്കലാണ്. മിഠായി പറക്കാനായിട്ട് എല്ലാ കുട്ടിപ്പടകളും റെഡിയാണ് കേട്ടാ. എൻ്റെ എല്ലാവരും നല്ല വാശിയേറിയിട്ടുള്ള മിഠായി പറക്കലാട്ടാ. മുണ്ടിലും ഡ്രസ്സിലും ഒക്കെ പറക്കി കൂട്ടുണ്ട്. കാത്തുവിൻ്റെ പാട്ട് തുടങ്ങിയിട്ടാ. കാത്തുവിന്റെ പാട്ട് കേട്ട് കൈയടിക്കേണ്ടത് തനു. അത് കഴിഞ്ഞതേ ചേട്ടന്മാരുടെ ഡാൻസ് ഉണ്ട്. കണ്ണമ്മ മര്യാദയ്ക്ക് പഠിച്ചിട്ടൊന്നുമില്ല കേട്ടാ. സ്പോട്ടിലടിക്കുന്നതാണ് അവൻ. എല്ലാം സ്റ്റാർട്ടായിട്ടാ. എല്ലാവരും നല്ല ഇൻട്രസ്റ്റിലാണ്. അടിച്ചു വിളിക്കാണ്. ആർക്കാണ് പണി കിട്ടുക, എന്താണ് പണി കിട്ടുക എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും കളിക്കുന്നത്. ബോൾ ഭയങ്കര ഫാസ്റ്റിൽ പാസ് ചെയ്യാണ്. എനിക്ക് പണി കിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് അമ്മ ചേച്ചിക്കാണ് ആദ്യത്തെ നടക്കുന്നത്. ഈ ഗെയിം ഈസി ആയിട്ട് ഇത് ഇങ്ങോട്ട് കഴിഞ്ഞു. അങ്ങനെ അമ്മു ചേച്ചിയുടെ പണി കൊടുക്കൽ കഴിഞ്ഞപ്പോൾ ഗെയിം വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. മാളുവിനാണ് അടുത്ത ഉടൻ കിട്ടിയത്. മാളുവിന് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അത് കഴിഞ്ഞത് ചേട്ടനാണ്. ചേട്ടൻ ഉദ്ദേശിച്ചത് ഭ്രമരായിരുന്നു കേട്ടോ. നേഹയ്ക്ക് കിട്ടിയ ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. നേഹയുടെ ടാസ്കിന് ശേഷം ഗെയിം സ്റ്റാർട്ടായി. ലെങ്ത് കൂടിയ കാരണം വീഡിയോ നമ്മുടെ അഴകിയിലേക്ക് ശേഷം കാസേരോട്ടാ. ഇപ്പോൾ താനും എന്നെ കണ്ടതും കരച്ചിൽ തുടങ്ങി. അവനെ എടുത്തിട്ടായിരുന്നു ഞാൻ ഫുള്ള് ഗെയിം ഓടിയത്. എനിവേ ഞങ്ങൾ തന്നെ ജയിച്ചു. അമ്മയും കുട്ടിയും എവിടെയെങ്കിലും ഒരു പരിഗണന വേണ്ടതാണല്ലോ, അങ്ങനെയും പറയാം. ബോയ്സിന്റെ കസേരകളി തുടങ്ങിയിട്ടാ. ഇതിൽ ജയിച്ചത് കുഞ്ഞനായിരുന്നു. ഞങ്ങളുടെ ഫാമിലിയിൽ ഏജ് ലിമിറ്റ് വെച്ച് ഞങ്ങൾ ആരും മാറ്റി നിർത്തിയില്ല. എല്ലാവരും പങ്കെടുക്കണ്ടിട്ടാ. നെല്ലിക്ക ഗെയിമിന് ശേഷം ഞങ്ങളുടെ തിരുവാതിരകളിയാണ്. നിസാര 2 ബ്രെഡൊന്നും എനിക്ക് കുട്ടിയെ കൂടിയില്ല. മാളും കുഞ്ഞാറ്റയാണ് കേട്ടാ ഈ ഗെയിമിൽ ജയിച്ചത്. വടം വലിക്ക റെഡി ആയിട്ട് നിൽക്കുകയാണ്. ടിവിയിൽ വടം വലി കണ്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് വലിക്കാൻ നിൽക്കുക. പക്ഷേ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും രണ്ടും രണ്ടാന്ന് ഇപ്പം മനസ്സിലായി. വലിയ സുഖമൊന്നുമില്ല ഇത് വലിക്കാനായിട്ട്. വലിച്ചിട്ട് ഇങ്ങോട്ട് പോരണമില്ല. പക്ഷെ സിനിമയിലൊക്കെ നമ്മൾ നായകന്മാർ വലിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമല്ലോ, ആ ഒരു എക്സ്പെക്റ്റേഷൻ വലിച്ചുകൊണ്ടിരിക്കുക. അതുതന്നെ മറഞ്ഞ് വീണ് നിലത്ത് കിടന്നിട്ടൊക്കെയാണ് ആദുവിൻ്റെ വലി. പണ്ടായി പോയിട്ടാ. സംഭവം നിസാരാണ്. ആ ബലൂണൊന്ന് ഇരുന്ന് പൊട്ടിക്കണം. കണ്ണമ്മോൻ കുറേ ട്രൈ ചെയ്തു. ഈ ബലൂൺ എന്ത് ചെയ്താൽ പൊട്ടണില്ല. കുറേ നേരം ആ ഒരു ബലൂണും പിടിച്ച് നിൽക്കണേ. ബാക്കി എല്ലാവരെയും ബലൂൺ പൊട്ടിച്ച് കഴിഞ്ഞു. അമ്മു ചേച്ചി വന്ന് ഹെൽപ്പ് ചെയ്യണ്ടിട്ടാ. എന്ത് ചെയ്തിട്ടും നടക്കണില്ല ബലൂൺ പൊട്ടിക്കാനായിട്ട്. അറ്റ് ലാസ്റ്റ് അവൻ കാലുകൊണ്ട് ചവിട്ടി പൊട്ടിച്ചു. അടുത്ത ഗെയിം ഇടയിൽ സ്റ്റാർട്ട് ആയിട്ടാ. സ്പൂൺ കൊണ്ട് പേപ്പർ ഗ്ലാസ് പിരമിഡ് ഉണ്ടാക്കലാണ്. നെക്സ്റ്റ് ഗെയിം ടിഷ്യൂ പേപ്പറിന്റെ ഗെയിമായിരുന്നു കേട്ടാ. ഈ ഗെയിം ഞങ്ങൾ 3 ടീമും 3 തരത്തിലാണ് കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും കളിക്കേണ്ട വന്നു.
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിൽ ഏറ്റവും നന്നായി കൊടുത്തത് കുഞ്ഞനും പാച്ചുമായിരുന്നു കേട്ടോ. ഇവർക്കാരോ ഹെൽപ്പ് ചെയ്തോന്നൊരു ഡൗട്ട്. എനിവേ അത് സൂപ്പറായിരുന്നു ഉടുപ്പിച്ചത് കാണാനായിട്ട്. ഞെറിയൊക്കെ ഇട്ടിട്ടായിരുന്നു അവർ ഉടുത്തിട്ടുണ്ടായിരുന്നു. ശരറാന്തലാണ്. ശരറാന്തലിന് ശേഷം പിന്നെ കുറച്ച് അടിച്ചുപൊളിയാ. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അലയുടെ കായകൾ കരിതൂത്തരുവ അണിയാവരുകില്ലേ, അലയുടെ കായകൾ കരിതൂത്തരുവ അണിയാവരുകില്ല. ശരറാന്തം തിരിച്ചാത്തി മുകിലിൽ കുടിലിൽ കിടന്നു. പലം കിടന്നു മടിയിൽ അവളുടെ അരിയ വാർമുടിച്ചിനുള്ളിൽ പൊളിക്കുവാനും തോന്നിൽ കിളർത്തി നിൽക്കുന്നു. അളവിടർന്ന മടിയിൽ അവളുടെ അരിഞ്ഞ വാർമുടിച്ചിനുള്ളിൽ പൊളിക്കുവാനും തോന്നിൽ കിളർത്തി നിൽക്കുന്നു. വരികില്ലേ നീ കടയുടെ നെഞ്ചിൽ പടരും തിരയുടെ ഗാനം കേൾക്കില്ലേ, കടയുടെ നെഞ്ചിൽ പടരും തിരയുടെ ഗാനം കേൾക്കില്ലേ.